Hi dear students, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൻ്റെ ലെക്ചർ സീരീസിൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ? നിങ്ങൾ എല്ലാവരും വൺസെങ്കിലും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തപ്പം ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നിങ്ങൾ കണ്ടുവന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ICUസുകൾ എന്ന് പറയുന്നത്. എന്ത് സർവീസസുകളാണ് ഈ ICUസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? എന്താണ് ഈ ICUസിൻ്റെ പ്രത്യേകത? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് നോക്കാം എന്താണ് ഈ ഹോസ്പിറ്റൽസിൻ്റെ ICUസിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളുമായിട്ട് എന്ത് വ്യത്യാസമാണ് ICUസുകൾ നൽകുന്നത്? എന്ത് സർവീസസുകളാണ് നൽകുന്നത്? ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ് ICUസിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ടാവാറ്? നമുക്ക് ഇതിൻ്റെ സെക്ഷൻസിലോട്ട് കടന്നു ചെല്ലാം. എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻസുകളാണ്, ഡെഫിനിഷൻ. പിന്നെ നമ്മൾ ICUസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ പേഴ്സണൽ റിക്വയർമെൻറ്റ്സുകളും പ്ലാനിങ്ങും ഡിസൈൻ കൺസിഡറേഷൻസുകൾ, എക്യുപ്മെൻറ്റ്സുകൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഓപ്പറേഷൻസുകൾ. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ സീരിയസ്ലി ഇല്ല ആയിട്ടുള്ള പേഷ്യൻസ്, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് അത്യാവശ്യമായിട്ടുള്ള പേഷ്യൻസുകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവരെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും ഒബ്സർവേഷൻസുകളും നഴ്സിംഗ് കെയറുകളും കൊടുക്കുന്ന ഏരിയാസുകളാണ് നമ്മുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻസിലോട്ട് പോകുമ്പോൾ ആൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഈസ് എ സ്പെഷ്യലി ഡിസൈൻഡ് ആൻഡ് ഫുള്ളി equipped area within a hospital devoted to providing advanced care to the patients facing critical and life-threatening illness. അപ്പം ICUസുകൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ്. അവിടെ പേഷ്യൻ്റ് വൈസ്, അതേപോലെ സ്റ്റാഫ് വൈസ്, എക്യുപ്മെൻറ്റ് വൈസ് ഏറ്റവും അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അവിടെയുള്ള സ്റ്റാഫുകളെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസുകളും അതേപോലെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസുകളെയും ഹാൻഡിൽ ചെയ്യാനും അതിന് അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സർവീസസുകൾ നമ്മുടെ പേഷ്യൻസിന് നൽകാൻ പറ്റും. ഇനി ഒരു ICUസിൽ കീ കോമ്പണൻസുകൾ എന്ന് പറയപ്പെടുന്നത്, അവിടെ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസുകൾ നമുക്കറിയാം സീരിയസ്ലി ഇല്ലായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് അത്യാവശ്യമായിട്ടുള്ള പേഷ്യൻസുകളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ്. എന്ത് സ്കിൽസുകളാണ് ഒരു സ്റ്റാഫുകൾക്ക് അവിടെ വേണ്ടത്? ഒന്നാമത് ആ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള നോളജ് അതുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ്. പേഷ്യൻ്റ് ഹാൻഡ്ലിങ് മാത്രമല്ല, അവിടെയുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെൻസുകൾ പോലും ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസും സ്കില്ലും ഉണ്ടായിരിക്കുന്നത് വളരെ നിർബന്ധമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ എക്യുപ്മെൻസുകൾ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളുമാണ് നമുക്ക് ഹോസ്പിറ്റൽ ICUസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 കോമ്പണൻസുകളാണ് ഒരു ICU ആക്കി മാറ്റുന്നത്. ഇനി നമ്മൾ കീ കോമ്പണൻസുകൾ ഡിസ്കസ് ചെയ്തപ്പം ഫസ്റ്റ് കോമ്പണൻ്റ് ആയിരുന്നു അവിടുത്തെ പേഷ്യൻസുകൾ എന്ന് പറയുന്നത്. ഈ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇതിന് എന്തെങ്കിലും ക്രൈറ്റീരിയാസുകളുണ്ടോ? ഹോസ്പിറ്റൽ സർവീസസ് നൽകുന്നത് തന്നെ ഒരു ഡിസ്ക്രിമിനേഷനുമില്ല, എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള സർവീസസ് നൽകാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഫിനാൻഷ്യൽ ബേസിസിലോ ഇല്ലെങ്കിൽ കളർ, ക്രീഡ് എന്നുള്ള ബേസിസിലോ ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽസുകൾ. ICUവിലെ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ പോലും എന്തുണ്ട്, നമുക്ക് ഒരുവിധ ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പേഷ്യൻസിൻ്റെ മെഡിക്കൽ കണ്ടീഷനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ICUസിൽ പേഷ്യൻസിനെ പ്ലേസ് ചെയ്യാറ്. ഇനി ഒരു പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻ്റ് എക്സ്പെക്റ്റഡ് ടു സർവൈവ്.
സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സോ ഇഞ്ചുറിയോ ഉണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും കെയറും നൽകിയിട്ടുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് പൊട്ടൻഷ്യലി റിക്കവറബിൾ ആണ്. സീരിയസ് ഇൽനെസ്സോ ഇഞ്ചുറിയോ ഉണ്ട്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് നൽകിയിട്ടുണ്ടെങ്കിൽ അവർ പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ എത്താൻ ചാൻസസ് ഉണ്ടാവും. അൺസർട്ടൈൻ പ്രോഗ്നോസിസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ, നമുക്കറിയില്ല ഈ ഒരു അസുഖം കാരണം കൊണ്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്കംസുകൾ എന്താണ്, ഇത് എത്രത്തോളം ഭേദമാവും എന്നറിയില്ല. പക്ഷെ നമ്മൾ എന്താണ്, ആ ജീവൻ നിലനിർത്താനും അവർക്ക് അവരുടെ ഡിഫിക്കൽട്ടീസുകൾ കുറക്കാനും വേണ്ടിയിട്ടുള്ള സെർട്ടൻ കെയറുകളും ഒബ്സർവേഷൻസുകളും നൽകുന്ന ഏരിയ. അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് പേഷ്യൻസുകളെ നമ്മൾ ICUസിൽ അഡ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ വളരെ സീരിയസ്ലി ഇഞ്ചേർഡ് ആണ്, നമ്മൾ മാക്സിമം അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ ശ്രമിക്കുകയാണ്, ഇല്ലെങ്കിൽ അവരെ ഡെത്ത് സംഭവിക്കാൻ ചാൻസസ് കൂടുതലായിട്ടുള്ളവരാണ്. അവരെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അവരുടെ ലൈഫ് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സിവിയർ ഡെത്ത് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവുള്ള പേഷ്യൻസുകളെ നമ്മൾ എന്താക്കും, ഇനീഷ്യലി നല്ല കെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ICUസിൽ പ്ലേസ് ചെയ്യാനാണ്. ഇനി ICUസിൽ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ ഉപകാരം എന്താണ് നമ്മുടെ ഗോൾസുകൾ, നമ്മളവിടെ പേഷ്യൻസിനെ പ്ലേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICUസിൻ്റെ ഗോൾസുകളെ കുറിച്ച്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസുകൾ നൽകാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻസിന് കണ്ടിന്യൂസ് ഒബ്സർവേഷൻസുകളും മോണിറ്ററും നൽകുന്നതോട് കൂടിയിട്ട് അവരുടെ കണ്ടീഷൻസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സുകൾ നൽകാൻ പറ്റും. ഇതിനനുസരിച്ചിട്ടായിരിക്കും പേഷ്യൻസിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നഴ്സിംഗ് കെയറുകൾ. നമുക്ക് സ്റ്റാഫുകൾ മോണിറ്റർ ചെയ്യുന്നത് 1:1 എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ 2:1. ഒരു വാർഡ്സിലോ റൂംസിലോ നമുക്ക് പേഷ്യൻറ്റും സ്റ്റാഫിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 12:1 ഡേ ടൈമിലും 18:1 നൈറ്റ് ടൈമിലുമാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളവിടെ ICUസിൽ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സസിനെ നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുള്ളത് 1:1, ഓരോ ഇൻഡിവിജ്വൽ പേഷ്യനും ഇൻഡിവിജ്വൽ നേഴ്സസ് എന്നുള്ള രീതിയിലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റൗണ്ട് ദ ക്ലോക്ക് പേഷ്യൻ്റ് കെയർ. 24/7 പേഷ്യൻറ്റിന് കെയർ കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും നമുക്കൊരു ടീം തന്നെ ഈ ICUസിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ICUയിൽ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സുകൾ, അതേപോലെ നമ്മുടെ ICU ഗോൾസുകൾ. ഇങ്ങനെയുള്ള കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങനത്തെ ഒരു കെയർ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ റൂമും വാർഡ്സും തമ്മിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ ICUവും തമ്മിൽ വ്യത്യാസമില്ല. നമുക്ക് എന്താക്കാം, വാർഡ്സിൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പം വാർഡ്സിൽ പ്ലേസ് ചെയ്യുന്നതും ICUയിൽ പ്ലേസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ ICUസിനെ ക്ലാസിഫൈ ചെയ്യാണ്. ഡിഫറെൻറ്റ് രീതികളിൽ നമുക്ക് ICUസിനെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ടൈപ്പ് ഓഫ് പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ത് ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ് ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ളത്? നമുക്ക് ജനറൽ ICUs ഉണ്ടാകും. അവിടെ ജനറൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസുകളും ഉള്ള പേഷ്യൻസിനെ പ്ലേസ് ചെയ്തിട്ടുള്ള ICUസുകൾ. ഇനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ബേൺ ICUസുകൾ, മെഡിക്കൽ ICUസുകൾ, ഇൻഫെക്ഷൻ ICUs, ഫീവർ ICUs എന്ന് പറഞ്ഞ് പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ICUസുകളും ഉണ്ടാകും. നമ്മളിവിടെ സ്പെഷ്യലി പറയുന്നത് പേഷ്യൻസിൻ്റെ ടൈപ്പ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മെഡിക്കൽ ICUs ഉണ്ട്, സർജിക്കൽ ICUs ഉണ്ട്, ഇൻ്റർവെൻഷണൽ കാർഡിയാക് ICUകൾ ഉണ്ടാകും, ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്സുകൾ ഉണ്ടാകും, CTVS കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി യൂണിറ്റ്സുകളുണ്ട്, പൾമനോളജി ICUs, റെസ്പിറേറ്ററി ICUകൾ, ന്യൂറോ ICUs, ന്യൂറോ സർജറി ICUകൾ, സൈക്കാട്രി, ട്രാൻസ്പ്ലാന്റ് ICU, നെഫ്രോളജി ICU, യൂറോളജി ICU, റോബോട്ടിക് സർജറി ICU, എൻഡോക്രൈനോളജി ICUs. അതേപോലെ എൻഡോക്രൈൻ സർജറി ICUകൾ, ഗ്യാസ്ട്രോ ICU, ഗ്യാസ്ട്രോ സർജറി ICUs, ബാരിയാട്രിക് സർജറി ICUs, ബേൺ ICU, വാസ്കുലർ സർജറി ICU, ഗൈനക് ICUs, ഓർത്തോ ICUs, പീഡിയാട്രിക് ICUകൾ, പീഡിയാട്രിക് സർജറി ICUs, നിയോനേറ്റൽ ICUs, ഒഫ്താൽമോളജി ICUs, ENT ICUകൾ, ഡെർമറ്റോളജി ICUകൾ, അതേപോലെ ജെറിയാട്രിക്സ്
ICUs, ഓങ്കോളജി ICUs. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നത് ഇതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ICUകളാണ് വരുന്നത്. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, സെമി ക്ലോസ്ഡ് യൂണിറ്റ് ICU, അതേപോലെ ക്ലോസ്ഡ് യൂണിറ്റ് ICUകളാണ്. അപ്പം ഓപ്പൺ യൂണിറ്റ് ICUകൾ എന്ന് പറയുന്നത് ഇവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ഫങ്ഷനിങ്സുമാണ്. അപ്പം നമുക്ക് എന്താക്കാം, ഒരു പേഷ്യൻറ്റിനെ ഏത് ഡോക്ടറാണോ കൺസൾട്ട് ചെയ്തത് ആ ഡോക്ടറിന് എന്താക്കാം, പേഷ്യൻസിനെ ഡയറക്റ്റ്ലി അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ യൂണിറ്റ് ICUകൾ എന്ന് പറയുന്നത്. സെമി ക്ലോസ്ഡ് ICUകൾ എന്ന് പറയുന്നത് ICUസിന് ഒരു പെർട്ടിക്കുലർ ഇൻചാർജസുകൾ ഉണ്ടാകും. ഈ ഇൻചാർജസിൻ്റെ കൺസെൻസുകളും അപ്രൂവൽസുകളും എടുത്തിട്ട് നമുക്ക് ട്രയേജിങ് ചെയ്തിട്ട് ബെഡ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, എത്രത്തോളം സിവിയർ ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എല്ലാവർക്കും ഈക്വലി ഈ സർവീസസ് കിട്ടണം. അതായത് എമർജൻസി ഉള്ളവർക്കാണ് ICUs കിട്ടേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെമി ക്ലോസ്ഡ് ICU യൂണിറ്റ്സുകൾ വരുന്നത്. ക്ലോസ്ഡ് യൂണിറ്റ് ICUകൾ എന്ന് പറയുന്നത് വൺസ് ആ പേഷ്യൻസിനെ നമ്മൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ICUവിൻ്റെ ഇൻചാർജസ് ആണ് അവരുടെ ഫുൾ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, കൺസൾട്ടിങ് ഡോക്ടറിന് അവിടെ റോൾസുകൾ തികച്ചും ഇല്ലാതായി പോകുന്നതാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICUവിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് തന്നെയായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ സെമി ക്ലോസ്ഡും ഓപ്പൺ ICUവിലും അതിൻ്റെ കൺസൾട്ടൻസുകൾ തന്നെ അതിലൊരു ഭാഗമായി നിൽക്കുന്നു എന്നാണ്. അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓപ്പൺ ICU എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തു അവരെ ICUയിലോട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നാൽ പോലും ഇവരുടെ ഈ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൺസൾട്ട് ചെയ്ത ഡോക്ടർ തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സെമി ക്ലോസ്ഡ് ICU ആണ്. സെമി ക്ലോസ്ഡ് ICUവിൽ നമുക്ക് അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ICUവിൻ്റെ ഇൻചാർജസിൻ്റെ അപ്രൂവൽ എടുത്തിട്ട് അപ്രൂവലിന് ശേഷം മാത്രമാണ് ലഭിക്കുന്നത്. അതും അവരെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് മാത്രം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് ICUകളാണ്. വൺസ് ഈ പേഷ്യൻസിനെ ICUവിൽ പ്ലേസ് ചെയ്യുന്നതോടുകൂടി കൺസൾട്ടൻസിന് അതിലൊരു റോളും ഇല്ലാതെ ICU ടീം മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ICUകളിൽ നിന്നാണ്. നെക്സ്റ്റ് നമുക്ക് ലൊക്കേഷൻ കൺസിഡറേഷൻസും പ്ലാനിങ്ങിൻ്റെയും ലേ ഔട്ട് കൺസിഡറേഷൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ICUവിൻ്റെ ലൊക്കേഷൻസുകളാണ്. അതേപോലെ ആക്സസിബിലിറ്റി. ICUസുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം റെസ്ട്രിക്റ്റഡ് ഏരിയാസുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ICUസിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയാസുകളിൽ തന്നെയാണ്. കാരണം ഇവിടെ ട്രാഫിക് കൺട്രോൾസുകൾ നമുക്ക് മിനിമലൈസ് ചെയ്യണം. എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആകാൻ പാടില്ല. എന്നാൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലോട്ട് ഈസി ആക്സസ് കിട്ടുന്ന രീതിയിലും ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ഡോക്ടർ കൺസൾട്ടേഷൻ റൂംസുകൾ ഇല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്പെഷ്യലിസ്റ്റിന് ഈസി ആക്സസ് കിട്ടുന്ന ഏരിയാസുകളായിരിക്കണം. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് പെട്ടെന്ന് തന്നെ എത്തിപ്പറ്റുന്ന രീതിയിലുള്ള ഏരിയാസുകളിലായിരിക്കണം നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈജീൻ. പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ പ്രാക്ടീസസുകളും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകളും നമ്മൾ ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. വിസിറ്റർ കൺട്രോൾ എല്ലാവർക്കും എന്താക്കാൻ പറ്റില്ല, ഒരു ICUസിൽ കയറിയിട്ട് കാണാൻ പറ്റുന്നതല്ല, മറിച്ച് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരാൾക്ക് എന്നുള്ള രീതിയിലൊക്കെ മാത്രമാണ് ICUസിൽ നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, പെട്ടെന്ന് തന്നെ മെഡിക്കൽ കണ്ടീഷൻസിന് അവരെന്താണ് അസിസ്റ്റൻസ് നൽകി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പറേഷണൽ കോസ്റ്റുകൾ നമ്മൾ വളരെ മിനിമലായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സും സ്റ്റാഫിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആകാറുണ്ട്. പക്ഷെ മിനിമൽ കോസ്റ്റുകളാണ് നമ്മൾ അവിടെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി ഒരു ഹോസ്പിറ്റൽ ICUവിൻ്റെ ലേ ഔട്ടുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ലേ ഔട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഈ അറേഞ്ച് ചെയ്ത ഏരിയയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലിനിക്കൽ ടീംസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ടീംസുകളും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഐസൊലേഷൻ ഏരിയാസുകളുണ്ട്, ഡോക്ടർ റൂംസുകളുണ്ട്, നഴ്സിംഗ് റൂംസുകളുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസുകളുണ്ട്, ഓക്കെ, നഴ്സിംഗ് സ്റ്റേഷൻസുകളുണ്ട്. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ICUകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോണിങ് ഓഫ് ICU ആണ്. സോണിങ് എന്ന് പറയുന്നത് ICUവിനെ നമ്മൾ പെർട്ടിക്കുലർ ഏരിയാസുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ICUസിന് എന്താക്കാം, പേഷ്യൻസിനും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഡെഡിക്കേറ്റഡ് സ്പേസസുകളും അവരെ പേഷ്യൻറ്റ് സേഫ്റ്റിയും അതേപോലെ കണ്ടിന്യൂസ് കെയറുകളും നൽകാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് വരുന്നത് 4 ഏരിയാസുകളാണ്. ഒന്ന് പേഷ്യൻറ്റ് കെയർ സോൺസ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സപ്പോർട്ട് സോൺസ്, തേർഡ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് സപ്പോർട്ട് സോൺസ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ട് സോണുകളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് പേഷ്യൻറ്റ് കെയർ സോൺസുകളാണ്. പേഷ്യൻറ്റ് കെയർ സോൺസുകൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും കെയറും നൽകാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസുകൾ, നമ്മുടെ ഏരിയാസുകൾ വരുന്നത് ബെഡ്സുകൾ വരും, അതിൽ ഐസൊലേഷൻ റൂംസുകൾ ഇൻവോൾവ് ആണ്, എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് റൂംസ്, നഴ്സിംഗ് സ്റ്റേഷൻസുകൾ, പബ്ലിക് യൂട്ടിലിറ്റി ഫോർ ദ പേഷ്യൻസ്. അപ്പോൾ നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഏരിയാസ്, അതിനെയാണ് നമ്മൾ പേഷ്യൻറ്റ് സോൺസുകൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ബെഡ്സ് വരുന്നുണ്ട്, അതേപോലെ പേഷ്യൻ്റ് എക്സാമിനേഷൻ ട്രീറ്റ്മെൻറ്റ് റൂംസുകൾ, നഴ്സിംഗ് സ്റ്റേഷൻസ്, ഐസൊലേഷൻ റൂംസുകൾ, അതേപോലെ പബ്ലിക് യൂട്ടിലിറ്റികൾ. നെക്സ്റ്റ് വരുന്നത് ക്ലിനിക്കൽ സപ്പോർട്ട് സോൺസുകളാണ്. ക്ലിനിക്കൽ സപ്പോർട്ട് സോൺസുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഷ്യൻ്റ് സപ്പോർട്ട് സോണിനെ സപ്പോർട്ട് ചെയ്യാൻ നിലനിൽക്കുന്ന ഏരിയാസുകളാണ് ക്ലിനിക്കൽ സപ്പോർട്ട് സോൺസുകൾ. ഇവിടെ ക്ലിനിക്കൽ പരമായിട്ടുള്ളതിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് യൂട്ടിലിറ്റി ഏരിയാസ് ഉണ്ടാകും, ഡർട്ടി യൂട്ടിലിറ്റി ഏരിയാസ് ഉണ്ടാകും, മെഡിക്കേഷൻ റൂംസുകൾ ഉണ്ടാകും, അതേപോലെ എക്യുപ്മെൻറ്റ് ഏരിയാസ്, റേഡിയോളജി, സാമ്പിൾ കളക്ഷൻ റൂംസുകളാണ്. നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് സപ്പോർട്ട് സോൺസുകൾ. ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സിനും അതേപോലെ നഴ്സസും അവരുടെ സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന ഏരിയാസുകളാണ് ചേഞ്ചിങ് റൂംസുകൾ, ഡോക്ടേഴ്സ് ഏരിയാസുകൾ, നഴ്സസ് ഏരിയാസുകൾ, സ്റ്റാഫ് ലോഞ്ചസ്, സ്റ്റാഫ് റെസ്റ്റ് റൂംസ്, പാൻട്രികൾ. നെക്സ്റ്റ് വരുന്നത് ഫാമിലി സപ്പോർട്ട് സോൺസുകളാണ്. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ്ലി പ്രിപ്പയർ ചെയ്ത ഏരിയാസുകളാണ് ഫാമിലി സപ്പോർട്ട് സോൺസുകൾ. ഇതിൽ വരുന്നത് ഫാമിലി ലോഞ്ചസുകൾ ഉണ്ടാകാം, കൺസൾട്ടേഷൻ റൂംസ് ഉണ്ടാകും, മെഡിറ്റേഷൻ സ്പേസസുകൾ ഉണ്ടാകും, നറിഷ്മെൻറ്റ് ഏരിയാസുകൾ ഉണ്ടാകാം, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഫാമിലി ലോണ്ടറീസുകൾ, സ്ലീപ്പ് റൂംസുകൾ. അപ്പോൾ നമ്മൾ 4 ഏരിയാസുകളായിട്ടാണ് നമ്മളൊരു ICUവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പേഷ്യൻ്റ് കെയർ സോൺസുകൾ, ക്ലിനിക്കൽ സപ്പോർട്ട് സോൺ, യൂണിറ്റ് സപ്പോർട്ട് സോൺസ്, അതേപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് സോൺസുകളായിട്ടാണ്. പേഷ്യൻ്റ് സപ്പോർട്ട് സോൺസുകൾ പേഷ്യൻറ്റിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ ഏരിയാസിനെയാണ് പേഷ്യൻ്റ് സപ്പോർട്ട് സോൺസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സപ്പോർട്ട് സോൺസുകളാണ്. ക്ലിനിക്കലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഏരിയാസുകളും അതേപോലെ തന്നെ യൂണിറ്റ് സപ്പോർട്ട് സോൺസുകൾ അവിടുത്തെ സ്റ്റാഫുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഫാമിലി സപ്പോർട്ട് സോൺ പേഷ്യൻസിൻ്റെ വിസിറ്റേഴ്സിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത സ്ഥലങ്ങളാണ് ഫാമിലി സപ്പോർട്ട് സോൺസ്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്യുപ്മെൻസുകളാണ്. എന്തൊക്കെ എക്യുപ്മെൻസുകളാണ് നമ്മുടെ ICUസിൽ പൊതുവെ ഉണ്ടാകുന്നത്? ഒരു ബേസിക് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻസുകളും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളും നമ്മുടെ ICUസിൽ അവൈലബിൾ ആണ്. ഈ എക്യുപ്മെൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മോണിറ്ററിങ് എക്യുപ്മെൻസുകളുണ്ട്, റെസ്പിറേറ്ററി സപ്പോർട്ട് എക്യുപ്മെൻസുകളുണ്ട്, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻസുകൾ വരുന്നുണ്ട്, ഇമേജിങ് എക്യുപ്മെൻസുകൾ വരുന്നുണ്ട്, ലൈഫ് സപ്പോർട്ട് എക്യുപ്മെൻസുകൾ വരുന്നുണ്ട്, റീനൽ കെയർ എക്യുപ്മെൻസുകൾ വരുന്നുണ്ട്, അതേപോലെ മിസലേനിയസ് ആയിട്ടുള്ള എക്യുപ്മെൻസുകൾ വരുന്നുണ്ട്. ഓരോ കാറ്റഗറി ഓഫ് എക്യുപ്മെൻസിലും വരുന്ന എക്സാമ്പിൾസുകളും എന്താണ് ആ ടൈപ്പ് ഓഫ് എക്യുപ്മെൻസുകളും എന്നുള്ളത് നമുക്ക് നോക്കാം.
ഫസ്റ്റിൽ മോണിറ്ററിങ് എക്യുപ്മെൻസുകളാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ അസസ്മെൻറ്റ്സുകളും മോണിറ്ററിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരുന്ന എക്യുപ്മെൻസുകളാണ് മോണിറ്ററിങ് എക്യുപ്മെൻസിൽ വരുന്നത്. അതിൽ നമ്മൾ പൾസ് ഓക്സിമീറ്റേഴ്സ്, വൈറ്റൽ സൈൻ മോണിറ്റേഴ്സുകളാണ്. നെക്സ്റ്റ് വരുന്നത് റെസ്പിറേറ്ററി സപ്പോർട്ട് എക്യുപ്മെൻസുകളാണ്. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെൻസുകളാണ്. അതിൽ വെന്റിലേറ്റേഴ്സുകൾ ഉണ്ടാകാം, കാനുലകൾ ഉണ്ടാവാം. നെക്സ്റ്റ് വരുന്നത് ഡയഗ്നോസ്റ്റിക് ടൂൾസുകളാണ്. നമുക്കവിടെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസിനെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡീഫിബ്രിലേറ്റേഴ്സ് ആകാം, ഗ്യാസ് അനലൈസേഴ്സ് ആകാം, മാർക്കേഴ്സുകളാകാം. ഇമേജിങ്, നമ്മുടെ എക്സ്റേ അല്ലെങ്കിൽ CT, MRI പോലത്തെ ഉള്ള സർവീസസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസുകൾ, ലൈഫ് സപ്പോർട്ട് എക്യുപ്മെൻറ്റ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സ്, മാസ്കുകൾ. നെക്സ്റ്റ് റീനൽ കെയറുകൾ, CRRT എക്യുപ്മെൻസുകൾ ഉണ്ടാകാം, ഡയാലിസിസ് മെഷീൻസുകൾ ഉണ്ടാകാം. ഇത് മിസലേനിയസ് ആയിട്ട് നമുക്ക് നെബുലൈസേഴ്സ്, ഗ്ലൂക്കോമീറ്റർ, ലാരിഞ്ചോസ്കോപ്സ്, ECG മെഷീൻസുകളെല്ലാം ഒരു ഹോസ്പിറ്റലിൻ്റെ ICUവിൽ ലഭ്യമായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഹോസ്പിറ്റലിൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ് ICU ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ വർക്ക് ചെയ്യുന്നത്. അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും എല്ലാ സർവീസസുകളും നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ലഭിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൂൾസുകളും ഇൻസ്ട്രുമെൻസുകളാണ്. നമുക്ക് ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെൻസുകൾ വരുന്നുണ്ട്, സർജിക്കൽ ടൂൾസുകൾ വരുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ടൂൾസുകൾ വരുന്നുണ്ട്, മോണിറ്ററി ആക്സസറീസുകൾ വരുന്നുണ്ട്, പേഷ്യൻ്റ് മൊബിലിറ്റി എയ്ഡ്സുകൾ വരുന്നുണ്ട്, എക്സാമിനേഷൻ ടൂൾസുകൾ, റെഫ്രിജറേറ്റർ ആൻഡ് അതർ എസെൻഷ്യൽ മെഡിക്കേഷൻസ്. ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെൻസിൽ ഫോർസെപ്സ്, സിസേഴ്സ്, നീഡിൽ ഹോൾഡേഴ്സ്, സർജിക്കൽ ടൂൾസിൽ പ്രോട്ടോസ്കോപ്സ്, സ്യൂച്ചസ്, എക്സസ്, പിൻസുകൾ. സ്റ്റെറിലൈസേഷനിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സുകളും അതിൻ്റെ എക്യുപ്മെൻസുകളും, അതേപോലെ പ്രോപ്സുകൾ, സെൻസേഴ്സുകൾ, പേഷ്യൻ്റ് മൊബിലിറ്റി എയ്ഡ്സിൽ വാക്കർ, ക്രഷസ്, അതേപോലെ സ്പൈനൽ ബോർഡ്സുകൾ, എക്സാമിനേഷൻ ടൂൾസിൽ ലൈറ്റ്സും പ്രോട്ടോസ്കോപ്സുകളും, റെഫ്രിജറേറ്റേഴ്സ്, അതേപോലെ നമുക്ക് എക്സ്റ്റൻഷൻ കോഡ്സ്, ട്രേസ്, വെയിങ് മെഷീൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സസ്. ഇതെല്ലാം അതായത് ഏതൊരു ബേസിക് കാര്യങ്ങൾ തൊട്ടിട്ടാണ് നമ്മുടെ ഒരു ICUസിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ ICUവിലെ എയർ സപ്ലൈ അല്ലെങ്കിൽ ഗ്യാസ് സപ്ലൈയിൽ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെഡിക്കൽ ഗ്യാസസ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതാണ് ഓക്സിജൻ, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക്. നെക്സ്റ്റ് വരുന്നത് ICUസിലെ ഗ്യാസ് സപ്ലൈസ്. ഈ ഗ്യാസ് സപ്ലൈസിൽ നമുക്കറിയാം മെഡിക്കൽ ഗ്യാസസുകളായി വരുന്നത് ഓക്സിജനാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, നൈട്രജൻ വരുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ്സുകൾ വരുന്നുണ്ട്, അതേപോലെ മെഡിക്കൽ എയറുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സക്ഷൻ ചെയ്യാനുള്ള യൂണിറ്റുകൾ, സക്ഷൻ മെഷീൻസുകളാണ്. ഓക്കെ, അപ്പം ഓക്സിജൻസുകൾ നമ്മുടെ റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡുകൾ നമ്മൾ പ്രൊസീജിയേഴ്സിൽ പൊതുവെ യൂസ് ചെയ്ത് വരാറുണ്ട്, നൈട്രജൻസുകൾ നമ്മൾ അതേപോലെ തന്നെ ക്രയോ സർജറീസുകളിൽ യൂസ് ചെയ്ത് വരാറുണ്ട്, കംപ്രസ്ഡ് എയർ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സുകളിലും അതേപോലെ തന്നെ നമ്മൾ ഹെൽത്ത് സപ്പോർട്ടിന്, വെന്റിലേറ്റർ സപ്പോർട്ട്സുകളിലും യൂസ് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ICUകളെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എല്ലാവരും ഹോസ്പിറ്റലിൽ ICUകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നിങ്ങൾ ICUs എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസുകൾ, എന്ത് ടൈപ്പ് ഓഫ് പേഷ്യൻസുകളാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ ICU നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ബ്രീഫായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ എടുത്ത സെഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മുടെ ലൈവ് സെഷൻസിൽ നമുക്കിത് നിങ്ങളുടെ ഡൗട്ട്സുകൾ പ്രോപ്പറായിട്ട് ക്ലാരിഫൈ ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു.